ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് അവിടുന്ന് ക്യാമ്പുകളിൽ മാറ്റിപ്പാർപ്പിച്ച ഇതര സംസ്ഥാന തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഇവിടെ ഗവൺമെന്റ് ഹൈസ്കൂൾ റിപ്പണിലായിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി ക്യാമ്പ് ഒരുക്കിയിരുന്നത്. അപ്പോൾ ഇതിൽ കുറേ പേർ മധ്യപ്രദേശ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളുണ്ടായിരുന്നു. ചില മുണ്ടക്കയിലും അട്ടമലയിലുമൊക്കെ പാടിയിലായി താമസിച്ചിരുന്ന ആളുകളായിരുന്നു. അവിടെ ഈ ടി എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ. അപ്പോൾ ദുരന്തം ഉണ്ടായതിനു ശേഷം കുറെ ആളുകൾ ദുരന്തത്തിൽ പെട്ടുപോയി. ബാക്കിയുള്ള പാടികളൊക്കെ നഷ്ടപ്പെട്ട് അതിന് സമീപത്തൊക്കെ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു ക്യാമ്പിലേക്ക് മാറ്റുന്നത്. അവർക്കിപ്പോൾ നാട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ കുറേ അധികം ആളുകൾ നാട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇതിന്റെ വോളണ്ടിയേഴ്സ് നമ്മോടൊപ്പം ഉണ്ട്. എത്ര പേരുണ്ടായിരുന്നു? നാട്ടിലേക്ക് മടങ്ങിയത് എത്ര പേരാണ്? നമുക്കറിയില്ല. 28 പേരാണ്. ഏതൊക്കെ സംസ്ഥാനക്കാരാണ്? മധ്യപ്രദേശാണ് ഉള്ളത്. ഇപ്പോൾ ആസാമുണ്ട്, വെസ്റ്റ് ബംഗാളൊക്കെ ഉണ്ട്. അവരിപ്പോൾ കുറച്ചാൾ വീട്ടിൽ പോവില്ല. അവർ ഇവിടെ മേപ്പാടി റൂമിലേക്കാണ് പോകുന്നത്. അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നമ്മൾ കൊടുത്തു. എല്ലാ സൗകര്യങ്ങളും അവർ വന്ന സമയത്തൊക്കെ നമുക്ക് നമ്മളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ പോകുമ്പം ഒരാൾക്ക് കെട്ടിപ്പിടിച്ച് കരഞ്ഞി നമുക്ക് തന്നെ ഇപ്പോൾ വിഷമമുണ്ട്. എന്താ വെച്ചാൽ ചെറിയ കുട്ടിയൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് വിടുന്നില്ല. അതാ ഗ്ലൗസൊക്കെ വലിച്ച് പൊട്ടിച്ചാണ്. നല്ല നല്ല ബന്ധമായി എല്ലാവരും. പിന്നെ പോകുമ്പോൾ ഒരു പപ്പുബോയ് ഉണ്ട്, നല്ല കുറച്ച് ഏജുള്ള ആളാണ്. മൂപ്പരെ കണ്ണുന്നൊക്കെ വെള്ളം വന്ന് ഭയങ്കര സെൻറ്റിമെൻ്റലായിരുന്നു. ഞങ്ങൾ ഫുഡ് സപ്ലൈ ആണ് മെയിനായിട്ട് ഫുഡ് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഞങ്ങൾ നല്ല ബന്ധമാണ്. അപ്പോൾ അവർ എല്ലാവരും പോകുമ്പോൾ കൈയൊക്കെ തന്ന് കെട്ടിപ്പിടിച്ചിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഇവരിതാ എങ്ങോട്ടേക്കാണ് മാറുന്നത്? മേപ്പാടിയിലേക്കാണ് മാറുന്നത്. അപ്പോൾ നമുക്ക് ഈ അഫക്റ്റഡ് ആയ ആളുകളോട് സംസാരിക്കുന്നതിന് പരിമിതി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവരോട് സംസാരിക്കാത്തത്. അപ്പോൾ ഇതിൽ ഇവിടുന്ന് പെട്ടെന്ന് മാറ്റേണ്ടതായ ഒരു സാഹചര്യം വന്നിങ്ങനെയാണ്. അത് സ്കൂള് സ്റ്റാർട്ട് ചെയ്യാണ്ട് കുട്ടികളെ പഠനം മുടങ്ങി കിടക്കുകയാണ്. ഈ ഭാഗത്ത് ഈ സ്കൂൾ തന്നെ ഉള്ളൂ. അപ്പോൾ ഒരുപാട് കുട്ടികൾ അതുകൊണ്ടാണ് ഇവരവിടുന്ന് മാറ്റുന്നത്. അപ്പോൾ ഇവർക്ക് ഇനി വീണ്ടും അവിടെ ജോലി ചെയ്യാനൊക്കെ ഉള്ള സംവിധാനമൊക്കെ അങ്ങനെ നാട്ടിപ്പോയത് തന്നെ കുറച്ച് പ്രഗ്നൻ്റായ ആദ്യമായി ടിക്കറ്റ് ബുക്ക് ചെയ്ത ആൾക്കാരാണ്. അവർക്ക് നിർബന്ധമായിട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോവാണ്. ശരി.